ഫസ്റ്റിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് എലീസ മറിയ. ഞാൻ അബോലിഫെന്ന് വരുന്നു. ഞാൻ എൻ്റെ 12 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉപരിപഠനത്തിനായി UK നഴ്സിംഗ് പഠിക്കാൻ നിൽക്കുന്നു. അപ്പം എനിക്ക് ആദ്യമേ IELTS പാസ്സാവണമായിരുന്നു. അപ്പോൾ IELTS എനിക്ക് റൈറ്റിംഗ് എപ്പോഴും പാടായിരുന്നു. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് 6.5ഉം 6ഉം മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് IELTSന് കറക്റ്റ് 7 തന്നെ കിട്ടി. പിന്നെ മാതാവിൻ്റെ സഹായം കാരണം എനിക്ക് ഓവറോൾ 8.5 കിട്ടി IELTSന്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് എലിജിബിൾ ആയിട്ടും എനിക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിജക്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ കസിൻ ചേച്ചിയുടെ അടുത്ത് ഉള്ള യൂണിവേഴ്സിറ്റി കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ 1 മാസം മുമ്പ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂയുടെ ദിവസം 1 മണിക്കൂർ മുമ്പ് തന്നെ എന്നെ അവർ റിജക്റ്റ് ആയെന്ന് പറഞ്ഞ് മെയിൽ വിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച മാതാവിൻ്റെ സഹായം കാരണം എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവിടെയും കൊണ്ട് നിർത്തിയില്ല. എനിക്ക് ബയോമെട്രിക് വേണമായിരുന്നു. ബയോമെട്രിക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ സിവിൽ ഐ ഡി നോക്കിയപ്പോഴാണ് കണ്ടേ സിവിൽ ഐ ഡിയിലെ പാസ്പോർട്ട് നമ്പർ തെറ്റായിരുന്നു. അപ്പോൾ സിവിൽ ഐ ഡിയിലെ പാസ്പോർട്ട് നമ്പർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സിവിൽ ഐ ഡി കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ആ അപ്പോയിൻമെൻറ്റിന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നീട് പിറ്റേ ആഴ്ച ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഫ്രൈഡേ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു. തേഴ്സ്ഡേ ആയിട്ട് എനിക്ക് സിവിൽ ഐ ഡി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചു, ഈ അപ്പോയിൻമെൻറ്റിൽ ഇനി പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. അപ്പം എനിക്ക് പിന്നെ അവിടുത്തെ ഓഫീസ് ടൈം കഴിയുന്നതിന് 5 മിനിറ്റ് മുമ്പ് തന്നെ എനിക്ക് സിവിൽ ഐ ഡി കിട്ടിയെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. മെഷീനിലായി കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ കളക്ട് ചെയ്തു. അതെനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ മാത്രമായിട്ട് എനിക്ക് സിവിൽ ഐ ഡി കിട്ടിയത്. പിന്നെ ഫീസ് അടയ്ക്കാനും പൈസ റെഡി ആകാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോൾ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒത്തിരി മെസ്സേജ് വരുമായിരുന്നു. പക്ഷേ ആ സമയമൊന്നും ഫീസ് റെഡി ആയില്ലായിരുന്നു. അപ്പോൾ പിന്നെ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, 5-ാം തീയതി ആകുമ്പോഴേക്കും ഫീസ് ഒന്ന് റെഡി തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കറക്റ്റ് 5-ാം തീയതി തന്നെ എനിക്ക് ഫീസ് റെഡിയായി. അപ്പോൾ ഫീസ് ഞാൻ അടയ്ക്കുകയും ചെയ്തു. ഓരോ ഡോക്യുമെൻറ്റും എല്ലാം ശരിയായും ചെയ്തു. പിന്നെ വിസയ്ക്കാണെങ്കിൽ ഓരോ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ അതിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെയാണ് ഇച്ചിരി കൂടെ എല്ലാം ഒന്ന് ശരിയായത്. ഇനി എനിക്ക് വിസയും കൂടെ കിട്ടാനുള്ളൂ. അപ്പോൾ അത് മാതാവിൻ്റെ സംരക്ഷണവും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ എല്ലാം ശരിയായ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നായിരുന്നു.